നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുകയാണ്. ഞങ്ങളൊരു പുതിയ പരിപാടി ആരംഭിക്കുകയാണ്. ഹെവി ഫൈറ്റ് എന്നാണ് ആ ഷോയുടെ പേര്. എല്ലാവർക്കും ഹെവി ഫൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളിങ്ങനെ നടന്നെടുക്കുകയാണ്. ഇനി അധികം ദൂരമില്ല. ഒരു പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ ഒരു തീയതി കുറിക്കപ്പെടേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ. മുന്നണികൾ ഒരുങ്ങിയിരിക്കുന്നു, പാർട്ടികൾ ഒരുങ്ങിയിരിക്കുന്നു, ഏറെക്കുറെ സ്ഥാനാർത്ഥികളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെവി ഫൈറ്റ് എന്ന ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈറ്റായ ഹെവി ഫൈറ്റ് നടക്കുന്ന എന്ന് വെച്ചാൽ തീപ്പാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ, അതിൻ്റെ ഉള്ളറകളിലൂടെ, അതിൻ്റെ സാധ്യതകളിലൂടെ, കണക്കുകളിലൂടെ, സൂചനകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. അപ്പോൾ ഹെവി ഫൈറ്റ് എന്ന് പേരിടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹെവി ഫൈറ്റ് മൊത്തത്തിൽ നടക്കുന്ന ഒരു ഇലക്ഷനായിരിക്കും 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് എല്ലാവരും അവിതർക്കിതമായി പറയുന്ന ഒരു കാര്യമാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ കൂടെ മീഡിയ വൺ അസിസ്റ്റന്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ KR സാജു കൂടി ചേരുന്നുണ്ട്. സാജു 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മാധ്യമ പ്രവർത്തന മേഖലയിലുണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയാണ്. ആ തരത്തിലുള്ള എക്സ്പീരിയൻസ് കൂടി അദ്ദേഹത്തിനുണ്ട്. സാജു, ഹെവി ഫൈറ്റ് എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിനിട്ടിരിക്കുന്ന പേര്. ഈ പ്രോഗ്രാമിനപ്പുറത്തേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഹെവി ഫൈറ്റ് ആകുന്നുണ്ട്? നമ്മൾ സാധാരണഗതിയിൽ ചില മണ്ഡലങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇവിടെ ഹെവി ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുക. ഇവിടെ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ചില നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. അതായത് 2 ടേം ഭരിച്ച LDFനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു ടേം വേണമെന്ന വാശിയോടുകൂടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്. UDFനെ സംബന്ധിച്ചിടത്തോളം UDF സംവിധാനം തന്നെ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. സ്വാഭാവികമായും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആകമാനം ഒരു ഹെവി ഫൈറ്റായി മാറുകയാണ്. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പൊരു തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് കാണാത്ത വിധമുള്ള രാഷ്ട്രീയായുധങ്ങൾ പയറ്റപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹെവി ഫൈറ്റ് എന്ന പേരിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2006 മുതൽ സാജു ഈ ഫീൽഡിലുണ്ട്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജായ കണ്ടീഷനിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടി ഹെവി ഫൈറ്റ് ആവുന്നുണ്ടല്ലേ? സ്വാഭാവികമായും എങ്ങനെയൊക്കെ ഓരോ വോട്ടറെയും സ്വാധീനിക്കാൻ കഴിയും, അതിനുള്ള തന്ത്രങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഓരോ കാലത്തിനനുസരിച്ചാണ് ഉപയോഗിക്കപ്പെടുക. ഈ കാലത്ത് ഏറ്റവും ഉപയോഗിക്കപ്പെടുക സോഷ്യൽ മീഡിയ ആയിരിക്കും. അത് മധ്യവയസ്കിലുള്ള ഒരു തലമുറയെ മാത്രം തുടങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ഏറ്റവും പുതിയ തലമുറ വരെയും സ്വാധീനിക്കാൻ കഴിയുന്ന അവരെ വരെയും സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാവിധ തന്ത്രങ്ങളും പയറ്റപ്പെടാൻ പോവുകയാണ്. അതായത് ക്യാപ്സ്യൂളുകൾ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ടൈറ്റ് ഫൈറ്റ്, ഹെവി ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് സാധ്യതകളിലൂടെ. എന്ന് വെച്ചാൽ നിലവിൽ ചിത്രം തെളിഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതിന് മുമ്പെയുള്ള സാധ്യതകളിലൂടെ, സൂചനകളിലൂടെ, കണക്കുകളിലൂടെയുള്ള സഞ്ചാരമാണ്. ഹെവി ഫൈറ്റ് തുടങ്ങുകയാണ്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾക്ക് ബേപ്പൂരിൽ നിന്ന് തുടങ്ങാം. ബേപ്പൂരിൽ തുടങ്ങാനുള്ള കാരണം ഒരുപാടുണ്ട്. എന്തായിരിക്കും പെട്ടെന്ന് പറയുകയാണെങ്കിൽ? സാധാരണഗതിയിൽ ഒരു ഹെവി ഫൈറ്റ് മണ്ഡലമായി നമ്മൾ ബേപ്പൂരിനെ സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കാറില്ല. പക്ഷേ ഇത്തവണ ഏറ്റവും ആദ്യം പോരാട്ട ചിത്രം തെളിഞ്ഞത് എവിടെയാണ് സൈഫുദ്ദീൻ? അത് ബേപ്പൂരിലാണ്. ഒപ്പം സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്കെതിരെ പാളയത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന PV അൻവർ നിലമ്പൂരിൽ നിന്ന് എത്തുകയാണ് ബേപ്പൂരിലേക്ക്. നിലമ്പൂരിലെ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ ആകുമോ എന്ന ചോദ്യമാണ്. ഇതിൽ ആരായിരിക്കും യഥാർത്ഥ സുൽത്താൻ എന്നതാണ് ഇനിയുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പയറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ മണ്ഡലമായി ബേപ്പൂർ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹെവി ഫൈറ്റിൽ ഫസ്റ്റ് മണ്ഡലമായി ഇത്തവണ ബേപ്പൂർ എടുക്കുന്നത്. അപ്പോൾ ബേപ്പൂരിൽ നിന്ന് തുടങ്ങുകയാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ നേരത്തെ സാജു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഇടതിനൊപ്പം നിന്ന കോട്ടയാണ്. ഒരു ഹെവി ഫൈറ്റ് കഴിഞ്ഞ 2021 അവിടെയില്ല. പക്ഷേ 2021 ശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ എന്ന് UDFകാർ അടക്കം പറയുന്നു. എന്ന് വെച്ചാൽ ഇലക്ഷൻ കൃത്യമായി വീക്ഷിക്കുന്ന ആളുകൾ, പൊതു വിലയിരുത്തലുകൾ നടത്തുന്ന ആളുകൾ അടക്കം പറയുന്നു ബേപ്പൂരിനകത്ത് എന്തൊക്കെയോ കലങ്ങി മറിയുന്നുണ്ടെന്ന്. ഇപ്പോൾ PV അൻവർ നേരത്തെ തന്നെ അവിടെ എത്തി പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അതിനൊരു ഇളക്കമുണ്ടോ മണ്ഡലത്തിന് എന്ന സാധ്യതകളും സൂചനകളും വരുന്ന ഘട്ടത്തിൽ നമ്മൾ ബേപ്പൂരിൽ തുടങ്ങി. അപ്പോൾ ബേപ്പൂരിൻ്റെ ഒരു പൊതുചിത്രം ആദ്യം പറയാം. അങ്ങനെ ഒരു റിപ്പോർട്ട് കാണാം. ബേപ്പൂരിൻ്റെ പൊതുചിത്രം വിശദമാക്കുന്ന റിപ്പോർട്ടിൽ തുടങ്ങാം. ബേപ്പൂർ
ചരിത്രവും പൈതൃകവും. ബേപ്പൂർ ചരിത്രവും പൈതൃകവും ആഢ്യത്വത്തോടെ വിശ്രമിക്കുന്ന തീരദേശം. ഇന്ത്യയുടെ വ്യാപാര വാണിജ്യ ചരിത്രത്തിൽ അനിഷേധ്യമായ സ്ഥാനമുള്ള മണൽപ്പരപ്പ്. ഒരു നിർമ്മാണത്തിൽ മായാത്ത പ്രതാപത്തിന്റെ കൊട്ടും മുഴക്കവും ഇപ്പോഴും മുഴങ്ങിക്കേൾക്കാം. ടിപ്പുവിന്റെ പടയോട്ടത്തിന് ശേഷം സുൽത്താൻ പട്ടണമെന്നറിയപ്പെട്ട നാട്. സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറും സിനിമയിൽ മാമുക്കോയും ഒക്കെ പടയോട്ടം നടത്തിയ മണ്ണ്. രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ ചുവന്നു തുടുക്കും ബേപ്പൂർ. അസംബ്ലി നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് 1967. ആദ്യ തെരഞ്ഞെടുപ്പിൽ കെ ചാത്തുണ്ണിയിലൂടെ CPM കോട്ടകെട്ടി കാത്ത മണ്ണ്. മൊത്തം 13 തെരഞ്ഞെടുപ്പുകളിൽ 10ലും ഇടത്തോട്ട് ചാഞ്ഞ തീരമണ്ഡലം. കോൺഗ്രസിനൊപ്പം നിന്നത് ഒറ്റത്തവണ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2021ലും LDFന് കരുത്തുറ്റ ഭൂരിപക്ഷം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലും ഇടതിന് കാര്യമായ ഇടർച്ചകളില്ലാതിരുന്നൊരു മണ്ഡലം എന്തുകൊണ്ട് ഇത്തവണ ഇത്രയും നേരത്തെ വാർത്തകളിൽ നിറയുന്നു? LDF ക്യാമ്പിൽ അങ്കലാപ്പി നിറക്കാൻ കെൽപ്പുള്ള എന്തെങ്കിലും ബേപ്പൂർ തുറമുഖത്തിന് മുകളിൽ ഉരുണ്ടുകൂടുന്നുണ്ട്. അതിനുള്ള ഉത്തരം തേടുകയാണ് ഹെവി ഫൈറ്റ്. യെസ്, അപ്പോൾ ബേപ്പൂർ എന്തുകൊണ്ട് ഇത്ര നേരത്തെ വാർത്തകളിൽ നിറയുന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഇക്കുറി ഒരു ഹെവി ഫൈറ്റായി മാറുന്നുണ്ട്? അതിനുള്ള സാധ്യതകളും സൂചനകളും പൂർണ്ണമായും പറയണമെങ്കിൽ നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാറ്റസ് മുതൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഓരോ അനുനിമിഷ നീക്കങ്ങളും നമ്മൾ പരിശോധിക്കുകയാണ്. എന്താണ് 2021 സംഭവിച്ചത് എന്നതിന്റെ പൂർണ്ണമായ ചിത്രത്തിലേക്ക് നമുക്ക് വരാം. 2021 തെരഞ്ഞെടുപ്പ് നിശ്ചയമായും പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ വരവായിരുന്നു. കോവിഡിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. എല്ലാ അർത്ഥത്തിലും ജനം LDFനൊപ്പം CPMനൊപ്പം പിണറായി സർക്കാരിനൊപ്പം നിന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ സംഭവിച്ച എന്താണെന്ന് നോക്കൂ. ആകെ വോട്ട് അന്ന് പോൾ ചെയ്തത് 1,64,589 ആകെ പോൾ ചെയ്ത ഈ വോട്ടിൽ എത്ര ശതമാനം അന്ന് വിജയിച്ച, അന്ന് മത്സരിച്ച ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. യെസ്, വരുന്നു മുഹമ്മദ് റിയാസ്, LDF സ്ഥാനാർത്ഥി. ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് 2021 ബേപ്പൂരിൽ നിന്ന് കന്നി അംഗമായിരുന്നു. ആ കന്നി അംഗത്തിൽ അദ്ദേഹം പിടിച്ച വോട്ട് 82,165 വോട്ടുകൾ എന്ന് വെച്ചാൽ ആകെ പോൾ ചെയ്തതിന്റെ 49.73%. യെസ്, ഇനി UDF സ്ഥാനാർത്ഥി ആരായിരുന്നു? എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഡ്വക്കേറ്റ് PM നിയാസ്, കോൺഗ്രസ് നേതാവ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ UDF സ്ഥാനാർത്ഥി. 53,418 വോട്ടുകൾ അദ്ദേഹം നേടുന്നു. 32.33% വോട്ട്. ഇനി ആരായിരുന്നു BJP കാൻഡിഡേറ്റ് എന്ന് നോക്കാം. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു 26,267 വോട്ടുകൾ അദ്ദേഹം നേടുന്നു. 15.90%. മൊത്തം ഭൂരിപക്ഷം PM മുഹമ്മദ് റിയാസിന് എത്ര കിട്ടി എന്നതാണ് അടുത്ത ചോദ്യം. 28,747 വോട്ടുകൾ എന്ന് വെച്ചാൽ ബേപ്പൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷം, ഒരു ഫിഗറും കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ കുറി ബേപ്പൂരിൽ നിന്ന് ജയിച്ചു കയറിയത്. സാജു, കഴിഞ്ഞ കുറി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം പിണറായി സർക്കാർ കോവിഡ് കഴിഞ്ഞ് മറ്റൊരു ഇലക്ഷൻ അവർ നേരിടുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കോവിഡാനന്തരം ഇളകിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് വല്ലാത്തൊരു ഒരു അവസ്ഥാന്തരങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സാമൂഹിക സാഹചര്യം. അവിടെയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാനത്തുടനീളം LDFന് അനുകൂലമായ ഒരു കാറ്റ് വീശി. ബേപ്പൂരിൽ മറിച്ചൊന്നും സംഭവിച്ചില്ല. ബേപ്പൂരിൽ ആ കാറ്റ് സാധാരണഗതിയിൽ തന്നെ LDFന് അനുകൂലമായി വീശുന്ന കാറ്റാണ്. കാരണം 4 പതിറ്റാണ്ടായി LDFന്റെ കൈവശമുള്ള മണ്ഡലമാണ് ബേപ്പൂർ. കഴിഞ്ഞ സാമൂഹ്യ സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചത് അത് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലുള്ള ഒരു റെക്കോർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് PM മുഹമ്മദ് റിയാസിനെ ജയിപ്പിക്കുന്നിടത്തേക്ക് എത്തി. ഇത് ബേപ്പൂരിന്റെ ഒരു കരുത്ത് നമ്മൾ LDFന്റേത് കാണേണ്ടതുണ്ട്. അവിടുന്ന് എളമരം കരീം 2 തവണ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. അതിനു മുമ്പ് TK ഹംസ 3 തവണ എത്തുന്നുണ്ട്. VKC മുഹമ്മദ് കോയ എത്തുന്നത് 2 തവണ എത്തുന്ന, അങ്ങനെ LDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു മണ്ഡലമാണ് കണക്കുകളിൽ ഇതുവരെയുള്ള. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട് കേട്ടോ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ 28,747 2021 റിയാസിന് കിട്ടുമ്പോൾ 2016 VKCക്ക് കിട്ടുന്നത് 14,363 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇനി 2011 പോകുമ്പോൾ എളമരം കരീമിന്
5316 വോട്ട് ഭൂരിപക്ഷം മാത്രം. അത് ആദം മുൾസി നടത്തിയ ഒരു വലിയ പോരാട്ടമുണ്ടായിരുന്നു. ബേപ്പൂർ മറിയും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ആ ഘട്ടത്തിൽ കോൺഗ്രസിന് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പിന്നോക്കം പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. LDF അവരുടെ പരമ്പരാഗതമായ ആ മണ്ഡലത്തിലെ ശക്തി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അത് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം LDFന് ഇതുവരെയുള്ള പോരാട്ടങ്ങളിൽ തങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 1980 ശേഷം എപ്പോഴും LDFനൊപ്പം നിന്ന മണ്ഡലം. അതിനു മുമ്പ് നോക്കിയാൽ തന്നെ 1977 NB മൊയ്തീന്റെ ഒരു വിജയം മാത്രമാണ് കോൺഗ്രസിന് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും, ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാലും ഒന്നും നോക്കാനില്ലാത്ത മണ്ഡലമായിരുന്നു. NB മൊയ്തീൻ ഒരു തവണ കൂടി വിജയിച്ചതായി കാണുന്നുണ്ട്. പക്ഷേ അത് LDFന്റെ പിന്തുണ. കോൺഗ്രസ് യു എന്ന നിലയ്ക്കാണ് അന്ന് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിജയം, 1980 വിജയം എന്നുള്ളത്. അത് LDFന്റെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അതായത് ഇത്രയും അടിത്തട്ടിൽ കരുത്തുണ്ട് LDFന് എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ശരി, അപ്പോ 2021 സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു തരത്തിലും CPMനും LDFനും അവിടെ ഭയപ്പെടാനില്ല. എന്ന് വെച്ചാൽ 2011 മുതൽ 2016 മുതൽ 2021 എത്തുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട്. പക്ഷെ എവിടെയോ ഇളകി തുടങ്ങുന്നുണ്ട്. ആ ഇളകി തുടങ്ങുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഈ ബേപ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സംഭവിച്ചത്? അവിടെ നിന്ന് ഈ ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച MK രാഘവൻ, ഇപ്പുറത്ത് എളമരം കരീം, ഈ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും ബേപ്പൂരിൽ നിന്ന് എന്ത് കിട്ടി എന്നൊരു ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയരും. നോക്കൂ, ദാ സ്ക്രീനിൽ വരുന്നു. MK രാഘവൻ അന്ന് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് 76,654 വോട്ടുകളാണ് ബേപ്പൂരിൽ നിന്ന് MK രാഘവൻ പിടിച്ചത്. 47.31%. റൈറ്റ്. ഇനി LDF സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥി എളമരം കരീം ബേപ്പൂരിൽ നിന്ന് പിടിച്ചത്, ബേപ്പൂരിലെ പഴയ MLA കൂടിയാണ് കേട്ടോ എളമരം കരീം. അവിടെ നിന്നും പിടിച്ച വോട്ട് 57,093 വോട്ടുകളാണ്. എന്ന് വെച്ചാൽ ആകെ പോൾ ചെയ്തതിന്റെ 35.24% വോട്ടുകൾ. റൈറ്റ്. ഇനി NDA സ്ഥാനാർത്ഥി MT രമേശ് എത്ര വോട്ട് പിടിച്ചു എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. 25,943 വോട്ടുകൾ അവിടെ MT രമേശ് പിടിക്കുന്നു. എന്ന് വെച്ചാൽ 16.01%. ഇനി MK രാഘവന്റെ ഭൂരിപക്ഷത്തിലേക്കാണ് നമ്മൾ വരുന്നത്. MK രാഘവൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ നിന്ന് നേടിയ ഭൂരിപക്ഷം 19,561. സാജു, ഇവിടെ 2021 റിയാസ് 28,747 വോട്ടിന്റെ ഭൂരിപക്ഷം. 2 വർഷത്തിനിപ്പുറം 2024 വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,561 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പുറത്തേക്ക് മറിയുന്നു. എന്ന് വെച്ചാൽ MK രാഘവൻ. അതിന് നമ്മൾ സവിശേഷമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതലത്തിലേക്ക് മാറ്റി കാണണമോ, അതോ ബേപ്പൂർ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു സ്വിംഗ് സ്റ്റാറ്റസിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ കാണണോ? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലായിടത്തുമുള്ള സാഹചര്യങ്ങൾക്കൊപ്പം ഒരു അഡീഷണൽ ഫാക്ടർ കൂടി ബേപ്പൂരിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കോഴിക്കോട് മൊത്തം ആ മണ്ഡലത്തിൽ ഉള്ളതാണ്. നമുക്കറിയാം, PA മുഹമ്മദ് റിയാസിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് MK രാഘവൻ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പടയോട്ടം തുടങ്ങുന്നത്. അന്ന് പാർട്ടിക്കാർ വോട്ട് മറിച്ചു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അന്ന് ആ പാർട്ടിക്കാർ ചെയ്ത തെറ്റിന്റെ ഫലമായി അത് CPM പ്രവർത്തകരുടെ കൂടി വോട്ട് MK രാഘവന് ലഭിച്ച ഘട്ടത്തിൽ MK രാഘവൻ നേരിയ മാർജിന് ജയിച്ചു കയറുന്നു. പിന്നീട് ആ MK രാഘവൻ കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി മാറുന്നുണ്ട്. അങ്ങനെ രാഘവേട്ടൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു രാഘവേട്ടന്റെ വ്യക്തി വോട്ടുകൾ ഉണ്ടെന്ന് സാർ, വ്യക്തി വോട്ടുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ബേപ്പൂരിലെ ആ ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ LDF ഇപ്പോഴും കണക്കുകൂട്ടുന്നത് തങ്ങൾക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ്. മറ്റേതിനെ അവർ ഒരു രാഘവേട്ടൻ ഫാക്ടർ എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കൗതുകരമായ കണക്ക് കൂടിയുണ്ട് BJPയുടെ കാര്യത്തിൽ സാജു. എന്ന് വെച്ചാൽ 2021 പ്രകാശ് ബാബു BJP കാൻഡിഡേറ്റ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് 26,267 വോട്ടാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ MT രമേശ് ബേപ്പൂരിൽ നേടുന്നതും 25,900. എന്ന് വെച്ചാൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കാര്യമായ ഒരു വളർച്ചയുമില്ല. 24 ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അത് കുറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ BJPക്ക് കാര്യമായ വളർച്ചയൊന്നും അവിടെ കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ നേരിയ തോതിലുള്ള വോട്ടിന്റെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. ശതമാനത്തിൽ അതത്ര വലിയ വർധനവായി പ്രതിഫലിച്ച് നമ്മൾ കാണുന്നുമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
വോട്ട് കൃത്യമായ വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷെ അത് വിജയത്തിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ കുറെ കൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴില്ല എന്ന് തന്നെ നമ്മൾ ഇതുവരെയുള്ള കണക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. ശരി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്ന് വെച്ചാൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനും UDF മുന്നിൽ കയറി എന്നുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസ്സുകാരും UDFകാരും പ്രതീക്ഷ വെക്കേണ്ടതില്ല. കാരണം 2019 ഇതേ സാഹചര്യം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മറ്റൊരു വോട്ടിംഗ് പാറ്റേണുമാണ് കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്നത്. പക്ഷെ അവിടെ UDFകാർക്ക് പ്രതീക്ഷിക്കാനും ആശ്വസിക്കാനും വകയുള്ളത് ഈ 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് മാത്രം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചികഞ്ഞാൽ ഒരു പക്ഷേ UDFകാർക്ക് പ്രതീക്ഷിക്കാനും ഒരു ചെറിയ അങ്കലാപ്പ് LDF ക്യാമ്പിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ നോക്കൂ, LDFന്റെ നേരെ ഉള്ള കൗണ്ട് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 UDFന്റെ നേരെയുള്ള ഡിജിറ്റ് എന്ന് പറയുന്നതും 2 എന്ന് വെച്ചാൽ അത് വിശദമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ബലാബലം അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു ബലാബലം വരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? കോർപ്പറേഷൻ LDFനൊപ്പം നിന്നു എന്ന് വെച്ചാൽ കോർപ്പറേഷനിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പെടുന്നത് 14 വാർഡുകളാണ്. ആ 14 വാർഡുകളിൽ 9 വാർഡും LDFനൊപ്പമായിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ ബേപ്പൂർ നിയോജക മണ്ഡലം വെച്ച് നോക്കുമ്പോൾ കോർപ്പറേഷൻ LDFനൊപ്പം നിന്നു. ഇനി കടലുണ്ടി പഞ്ചായത്തും LDFനൊപ്പം നിന്നു. പക്ഷേ UDFന് ആശ്വസിക്കാൻ വകയുണ്ട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ആകെ 2 നഗരസഭകളെ ഉള്ളൂ, മുനിസിപ്പാലിറ്റികളെ ഉള്ളൂ. അത് ഫറോക്ക് മുനിസിപ്പാലിറ്റിയും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുമാണ്. ഈ 2 മുനിസിപ്പാലിറ്റിയും UDFനൊപ്പം നിന്നതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സാജു, അവിടെ ചോദിക്കേണ്ട കാര്യം ഈ ഫറോക്ക് മുനിസിപ്പാലിറ്റിയും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയും ഈ 2 മുനിസിപ്പാലിറ്റിയും എന്തുകൊണ്ട് UDFനൊപ്പം നിന്നു? വലിയ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ UDFന് അനുകൂലമായ ഒരു വലിയ വേവ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ്. ആ വേവും കൂടി വെച്ച് നമുക്ക് ഇവിടെയും ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥയും കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ സാധ്യതകളോ മുന്നോട്ട് പോകും? അതാണ് UDFന്റെ ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്, അത് കോൺഗ്രസിന് പ്രതീക്ഷിക്കാവുന്ന ഘടകങ്ങളാണ്. അതിനപ്പുറം മുന്നോട്ട് പോയിട്ടുണ്ട് ബേപ്പൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ നോക്കിയാൽ ഫറോക്കിൽ ആകെ 39 വാർഡുകൾ, UDF 23, LDF 15, NDA 1 എന്ന നിലയിലാണ്. അതായത് ഒരു ക്ലിയർ മജോറിറ്റി ഫറോക്കിലും അതുപോലെ തന്നെ രാമനാട്ടുകരയിൽ 32 സീറ്റുകളിൽ UDF 23, LDF 9 എന്ന തലത്തിലേക്ക് വരുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 നഗരസഭകളായിരിക്കും ബേപ്പൂരിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് UDFന് നൽകുക എന്ന് UDF തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ കാലേക്കുട്ടിയുള്ള പണികൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. മാത്രമല്ല ബേപ്പൂരിൽ 14 കോർപ്പറേഷൻ ഡിവിഷനുകളാണ് വരുന്നത്. അതിൽ ചിലത് പിടിച്ചെടുക്കാൻ കൂടി CPMൽ നിന്നും കഴിഞ്ഞു എന്നതും UDFനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ഇതിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ട്. SIRുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതിശക്തമായ ആശങ്കകളുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താൻ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസിനേക്കാൾ ആ പണി വളരെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്തത് മുസ്ലിം ലീഗാണ്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇത്ര കുറഞ്ഞ മാർജിനിലേക്ക്, അതായത് 1340 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലേക്ക് ഈ മാർജിനെ എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ രാമനാട്ടുകരയും ഫറൂഖും ഈ എന്ന് വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബേപ്പൂരിന്റെ വിധി നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം വലിയ ഇളക്കങ്ങൾ കോർപ്പറേഷനിലേക്ക് പോയാൽ കോർപ്പറേഷന്റെ 11 വാർഡുകളാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. ആ 11 വാർഡുകളിലും കാര്യമായ ഇളക്കമുണ്ടായിട്ടുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയുന്നുണ്ട്. അതേസമയം കടലുണ്ടി പഞ്ചായത്തിൽ ഇളക്കമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് UDFന് ഇപ്പോൾ പറയുന്ന ഒരാൾ അവിടേക്ക് എത്തി എന്ന് ചോദിച്ചാൽ ഈ സാധ്യതകളെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത്
അവിടുത്തെ സാമുദായിക വോട്ട് നിലയും, ഒപ്പം ആരൊക്കെ നിലവിൽ കളത്തിലുണ്ട്. നമ്മൾ ഹെവി ഫൈറ്റ് എന്ന പേരിട്ട് ഓരോ മണ്ഡലങ്ങളിലേക്കും, തീപ്പാറും പോരാട്ടങ്ങൾ നടക്കുന്ന ഓരോ മണ്ഡലങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ അവിടെ ഇപ്പോൾ കേൾക്കുന്ന ഓരോ സ്ഥാനാർത്ഥി പേരുകളും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ബേപ്പൂരിലേക്ക് എത്തുമ്പോൾ ആരൊക്കെ നിലവിൽ കളത്തിലുണ്ട്, ആ ചിത്രത്തിലേക്കാണ് ഇനി വരുന്നത്. ഇതിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ഹെവി ഫൈറ്റിന്റെ തുടക്കത്തിൽ ബേപ്പൂർ മണ്ഡലം തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടുത്തെ സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം LDF-ൽ സിറ്റിംഗ് MLA-മാർ തന്നെ തുടരുമെന്ന് ഇതിനകം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിലവിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, ബേപ്പൂരിന്റെ പ്രിയങ്കനായ MLA PA മുഹമ്മദ് റിയാസ് തന്നെ ഇക്കുറിയും അങ്കത്തട്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിനും വകയില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇനി UDF-ലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ്, ആ ചിത്രം ഒന്ന് നമുക്ക് സ്ക്രീനിൽ അതൊന്ന് കാണാം. ആരൊക്കെയാണ് ഇക്കുറി സാധ്യത ചിത്രത്തിലുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PV അൻവർ അവിടെ വരുന്നു. എന്തുകൊണ്ട് ബേപ്പൂർ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള ആദ്യ ഉത്തരം PV അൻവർ നേരത്തെ തന്നെ ബേപ്പൂരിന്റെ സകല മുക്കുമൂലകളിലെയും പ്രയാണം തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ PV അൻവർ LDF വിട്ട് UDF-ലേക്ക് എത്തിയതിനു ശേഷം നിലമ്പൂരിൽ നിന്ന് നേരെ ബേപ്പൂർ സുൽത്താനാകാൻ തയ്യാറെടുത്ത് വരികയാണെന്ന സൂചന അദ്ദേഹം തന്നെ നൽകുന്നു. ഇതിനകം KPCC അധ്യക്ഷൻ നൽകുന്നുണ്ട്. ഏറെക്കുറെ പ്രതിപക്ഷ നേതാവും അതിന്റെ സൂചനകൾ നൽകി കഴിഞ്ഞു. അപ്പോൾ PV അൻവർ വേഴ്സസ് PA മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് വേഴ്സസ് PV അൻവർ, ഇതാണ് ഉണ്ടാകാൻ പോകുന്ന ചിത്രം. ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ ഫൈറ്റായി ബേപ്പൂർ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ സാജു ഹെവി ഫൈറ്റിന്റെ തുടക്കത്തിൽ ബേപ്പൂരിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ PV അൻവർ ഇപ്പോൾ 2 തവണ MLA ഒരാളാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന നിലമ്പൂർ കോട്ട പൊളിച്ചുകൊണ്ട് അവിടെ MLA ഒരാളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മുക്കുമൂലകളിലും സർവ്വ സാധ്യതകളെയും അറിയാവുന്ന ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കും മറ്റൊരു സീറ്റും പിടിക്കാതെ അൻവർ ബേപ്പൂരിലേക്ക് വന്നിട്ടുണ്ടാവുക? അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ LDF-ൽ നിന്നും പുറത്തേക്ക് വന്നത് എന്തിനോട് കലഹിച്ചാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അത് അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ഭാഷാപ്രയോഗത്തിന്റെ അരാഷ്ട്രീയതകൾ മാറ്റിവെച്ചാൽ മരുമോനിസത്തിനും പിണറായിസത്തിനുമുള്ള വെല്ലുവിളി, അതിനോട് താൻ വെല്ലുവിളിച്ച് അതിനോട് പോരടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിച്ചാണ് PV അൻവർ LDF വിട്ട് പുറത്തേക്ക് വന്ന് അദ്ദേഹം UDF പാളയത്തിലേക്ക് എത്തുമ്പോൾ താൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ താൻ ഈ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അവിടെ ഒരു പോരാട്ടം നടത്തണം. അതൊന്നെങ്കിൽ പിണറായി വിജയനെതിരെ ആയിരിക്കണം, അല്ലെങ്കിൽ PA മുഹമ്മദ് റിയാസിനെതിരെ ആയിരിക്കണം എന്ന അദ്ദേഹത്തിന്റെ ഒരു തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോരിന് ഇറങ്ങുന്നത്. അതുകൊണ്ടായിരിക്കാം വിജയിക്കുമോ എന്ന് ഉറപ്പ് പോലുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ അൻവർ പോരിനിറങ്ങുന്നത്. മാത്രമല്ല റിസ്ക് ഏറ്റെടുത്ത ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇത് ഒരു റിസ്ക് കൂടി ഏറ്റെടുക്കുന്നു, ഒരു വീരപരിവേഷം ഉണ്ടാകുന്നു. ആ വഴി കോഴിക്കോട് നിയമസഭയിലേക്ക് എത്തുമ്പോൾ മറ്റെന്തെങ്കിലും അദ്ദേഹം കാണുന്നുണ്ടാവുമോ? സ്വാഭാവികമായും അൻവറിനറിയാം, അവിടുന്ന് അൻവറിന് ഒരു അട്ടിമറി നടത്താൻ കഴിഞ്ഞാൽ അത് അൻവറിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഉണ്ടാക്കുന്ന വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. UDF-ന് പിന്നീട് എല്ലാ കാലവും അൻവറിന്റെ തോളത്ത് കൈയിട്ട് നടന്നേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അൻവർ ഏതർത്ഥത്തിലും എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരാളാണ് എന്ന് നമുക്കറിയാം. അൻവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? അൻവർ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്തെന്ന് പറഞ്ഞാൽ UDF-ന് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഫറോക്ക്, രാമനാട്ടുകര പോലുള്ള ഭാഗങ്ങളിൽ പോയി വലിയ ഷോകൾ നടത്തുക. അതായത് അവിടെ വികസനമില്ല എന്ന് ഉള്ള വാദം ഇതിന്റെ എത്രത്തോളം അത് പോരാട്ടത്തെ കനപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഇപ്പോൾ തന്നെ മറുപടി പറയേണ്ടിടത്തേക്ക് സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് എത്തേണ്ടി വരുന്നു. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ തമ്പടിച്ച് ഇപ്പോൾ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി സാജു, അതാണ് റിയാസിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ടത്. 5 പതിറ്റാണ്ട് LDF-നൊപ്പം നിന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ കുറി 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ ഇനിയിപ്പോൾ അൻവർ വന്നാലും പേടിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കണക്കുകൾ, LDF-ന്റെ ശക്തി എന്നിവ വെച്ച് നോക്കുമ്പോൾ പേടിക്കേണ്ടതില്ലാത്തതാണ്. പക്ഷേ എന്താണ് ബേപ്പൂരിൽ നിന്നുള്ള രാഷ്ട്രീയം കേരളത്തിലേക്ക് പോകുക? സംസ്ഥാനത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് അൻവർ ഉയർത്തിവിട്ടത്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന്റെ കൈവശമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇതൊക്കെ വീണ്ടും വീണ്ടും ഈ രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ബേപ്പൂരിൽ നിന്ന് ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും അതിനൊക്കെ മറുപടി പറയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനും കൂടി UDF-ന് കഴിയുന്ന രീതിയിൽ കൂടിയാണ് അൻവറിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്
ഒരു ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രമായിരിക്കില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പല കാര്യങ്ങളിലെയും അജണ്ട നിശ്ചയിക്കുന്നിടത്തേക്ക് പോയി ആ തെരഞ്ഞെടുപ്പ് പ്രചരണം പോകുമെന്നുള്ളതാണ്. PM മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലാത്തതാണ്. പക്ഷേ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കൂടി അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നത് കൊണ്ട് കൂടിയാണ് അൻവറിനെതിരെ തുടക്കം മുതൽ അൻവറിനെ പ്രതിരോധിച്ച് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന തലത്തിലേക്ക് PM മുഹമ്മദ് റിയാസിന് പോകേണ്ടി വരുന്നത്. അതേ സമയത്ത് അൻവർ മരിമോനിസം പോലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിനെ വോട്ടർമാർ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം PM മുഹമ്മദ് റിയാസിനെ നമുക്കറിയാം, അയാൾ യുവജന രാഷ്ട്രീയത്തിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഈ കോഴിക്കോട് നഗരത്തിൽ നിന്നും വളർന്നു വന്ന നേതാവാണ്. എന്തെങ്കിലും മറ്റു ഈ പറയുന്ന മരിമോനിസം പോലുള്ള ഫേവറുകൾക്ക് അപ്പുറം ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വിലയുള്ള യുവജന നേതാവ് തന്നെയായി വന്നയാളാണ് PM മുഹമ്മദ് റിയാസ് എന്ന കാര്യത്തിലും സംശയമില്ല. അതേ സമയത്ത് നേരത്തെ ഉയർത്തിയ രാഷ്ട്രീയം, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള കാര്യങ്ങൾ, അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് അൻവർ വീണ്ടും ഉയർത്തുന്നതെങ്കിൽ അത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതകളെ തള്ളാനാകും. അപ്പോൾ അൻവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അൻവറിന് CPM-ന്റെ LDF-ലെ അണിയറയിലെ ഒരുവിധം തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അൻവർ അവിടെ ഒരു ഫയറ്റിനിറങ്ങുമ്പോൾ അത് നിശ്ചയമായും LDF ക്യാമ്പിനെ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്ന് സംശയമില്ല. പക്ഷേ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം LDF-നൊപ്പം ഇടറാതെ നിന്ന ഒരു പാരമ്പര്യമാണ് ആ മണ്ഡലത്തിനുള്ളത്. അവിടെ ചില ഇളക്കങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോഴുണ്ട്. ആ ഇളക്കങ്ങൾ മുതലാക്കാൻ അൻവറിനും മരുമോനിസം എന്ന പ്രയോഗം അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിന് സംഭാവന ചെയ്തുകൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ അവിടെ നിർത്തിയാൽ പോലും അപ്പോൾ ആ മരുമോനിസത്തിനെതിരെയുള്ള ഫൈറ്റ് ഫലം കാണും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ ഫൈറ്റായി ബേപ്പൂർ മാറാൻ പോകുന്നു. ഇപ്പോൾ സാജു സൂചിപ്പിച്ചതുപോലെ LDF-ന്റെ CPM-ന്റെ അവരുടെ മെക്കാനിസം, അവരുടെ സംവിധാനങ്ങളിൽ ഏറെക്കുറെ ഭൂരിഭാഗവും അവിടേക്ക് മാത്രം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരും. അത് തന്നെയാണ് UDF-ഉം അൻവറും കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബേപ്പൂരിന്റെ പൂർണ്ണമായ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുറെ കൂടി വിശദമായി ബേപ്പൂരിലേക്ക് വരാം. ഈ ഹെവി ഫൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ പുതിയൊരു മണ്ഡലത്തിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.